പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങളാണ്, ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. പരീക്ഷ സംബന്ധിച്ച ക്രമക്കേടുകളെക്കുറിച്ച് അതിൻ്റെ പരാതിയും മറ്റു കാര്യങ്ങളും ലഭ്യമായതനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഈ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ, KS പരീക്ഷയെപ്പറ്റി ഉയർന്നു വന്നിട്ടുണ്ട്, ആരോപണം വന്നിട്ടുണ്ട്. പിന്നെ പരീക്ഷയുടെ മാർക്ക് അറിയാൻ പാടില്ല ഇൻ്റർവ്യൂ നടത്തുന്നവർ. പക്ഷേ ഇവിടെ പല ഇൻ്റർവ്യൂ നടത്തിയിരിക്കുന്നത് പരീക്ഷയുടെ മാർക്ക് അറിഞ്ഞിട്ട് ആ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവരെ, മാർക്ക് കുറഞ്ഞവരെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൽ മാർക്ക് കൂട്ടിക്കൊടുത്തു എന്നുള്ളതെല്ലാം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. അല്ലല്ല, അത് നോക്കും, പരിശോധിക്കും. അത് ഹോം ഡിപ്പാർട്ട്മെൻറ്റ്, ആഭ്യന്തര വകുപ്പ് അതിൻ്റെ പരാതികളുടെ ഗൗരവം അനുസരിച്ചുള്ള തീരുമാനമെടുക്കും. ഇപ്പം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അത് അവരുടെ വിവേചനാധികാരമാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ. അതല്ല അവർ നിശ്ചയിക്കും, ആഭ്യന്തര വകുപ്പ് തീർച്ചയായിട്ടും. അല്ല, ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി PSCക്ക് വന്നിട്ടുള്ള, PSC വെച്ചാൽ എല്ലാവരുടെയും പ്രതീക്ഷയും എല്ലാവരുടെയും സ്വപ്നമാണ്. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് അത് എഴുതി കാത്തിരിക്കുന്നത്. അവരുടെ ഈ ചോദ്യങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ, ചോദ്യം തയ്യാറാക്കുന്നതിൽ നടക്കുന്ന ക്രമക്കേടുകൾ, മാർക്കിടുന്നതിൽ നടത്തിയ ക്രമക്കേടുകൾ, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് KS പരീക്ഷയെക്കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നു. അതെല്ലാം പരിശോധിക്കട്ടെ. നമ്മൾ ഒരു പരിശോധനയും അന്വേഷണവും നടക്കാതെ ഞങ്ങളൊരു കൺക്ലൂഷനിലെത്തുന്നത് ശരിയല്ല. നമ്മളൊരു സ്ഥാപനത്തിൻ്റെ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യും. പക്ഷേ അന്വേഷിക്കും. കാരണം അന്വേഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല.